സൺഡേ ആയിട്ട് കുറേ നാൾക്ക് ശേഷം ഒരു അയലനെ മേടിച്ചു കേട്ടോ. ഇത് നമ്മൾ നേരെ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചതാണ്. ഫിഷ് മാർക്കറ്റ് കാണാൻ വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും നല്ല പെടപെടക്കണ മീനാട്ടോ കിട്ടാം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇങ്ങനെ വെള്ളത്തിൽ നല്ല പെടക്കണ മീനുണ്ടാവും. നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം കേട്ടോ. നമ്മൾ അയലനെ മേടിച്ചു കേട്ടോ. അയല എങ്ങനെ പെടപെടക്കണമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മീനായിരുന്നു. പിന്നെ നമ്മുടെ അവിടുത്തെ നത്തോലി ഇല്ല, അതുപോലെ ഇവിടെ വേറൊരു സൈസ് നത്തോലി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നന്നാക്കാൻ ഭയങ്കര പണിയാണ്. നമ്മുടെ നാട്ടിലത്തെ നത്തോലി എന്ന് പറയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. പക്ഷേ ഇത് കൈ കൊണ്ട് നേരാക്കുമ്പോൾ അതിലത്തെ അഴക്കൊന്നും പോകണില്ല. അതുകൊണ്ട് കത്രിക വെച്ച് തന്നെ നേരാക്കണം കേട്ടോ. അതുകൊണ്ട് ഒത്തിരി പണി പെട്ടു ഞാൻ കേട്ടോ. ഞാൻ ഇങ്ങനത്തെ പണിയൊന്നും സാധാരണ ചെയ്യാത്തതാണ്. ഇവിടെ വന്നിട്ട് ഇത് 3ാമത്തെ പ്രാവശ്യം കേട്ടോ മീൻ മേടിക്കണത്. അയ്യോ, കാരണം നമ്മളിങ്ങനെ തിന്നാതെ തിന്നിരുന്നപ്പോൾ ആക്രാന്തം പിടിച്ച് തിന്നാന്നൊക്കെ പറയില്ല, അതുപോലെ കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നാട്ടിൽ അങ്ങനെ അയല കറി വെച്ചതും മീൻ കറി വെച്ചതൊന്നും അങ്ങനെ കൂട്ടാറില്ല, ഫ്രൈ കഴിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ മീൻ കറിയുടെ ഒക്കെ ഒരു സ്വാദ്, അതൊക്കെ എനിക്ക് എന്താ പറയുക, നല്ല ടേസ്റ്റ് തോന്നുക. നാട്ടിലൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇഷ്ടംപോലെ മീൻ കിട്ടുമ്പോൾ അതൊന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ. ഇല്ലാത്ത നാട്ടിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കഴിക്കാൻ തോന്നുക. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ല എന്ന് പറയില്ലേ, അതന്നെ.